ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇവിടെയും സുഖം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലെ കുക്കിങ്ങും ക്ലീനിങ്ങോ അല്ലെങ്കിൽ അടുക്കളത്തെ വിശേഷങ്ങളോ ഒന്നുമല്ല കേട്ടോ. ഇന്ന് നമ്മൾ പുറത്തേക്കൊന്ന് പോവുകയാണ്. അപ്പോൾ പോണത് വേറൊന്നിനുമല്ല, നമ്മളൊരു കാറ് വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരുടെ ജീവിതത്തിലും ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ അതൊക്കെ നമുക്ക് എല്ലാം ഒന്നും നിറവേറി കിട്ടുമൊന്നുമില്ല. പക്ഷേങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് നിറവേറുമ്പോൾ ഭയങ്കര സന്തോഷമാകുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ദിവസമാണ് കേട്ടോ ഒന്ന് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു ദിവസം എന്ന് പറഞ്ഞാൽ 2026 ജനുവരിയിൽ തന്നെ ഈ ഒരു വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ ഇന്ന്. ഇത് ജനുവരി 30 എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയാണ് പോണത്. അപ്പം ഞാനും ഏട്ടനും മക്കളും അനിയനും അതേപോലെ നമ്മളെ സച്ചമോനും ഉണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് ഇതാ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അനിയൻ കാറും കൊണ്ട് വന്നിരുന്നു. അപ്പോൾ റെയിൽവേ വരെ ഞങ്ങൾ കാറിനാണ് പോണത് കേട്ടോ. അവിടെ നിന്ന് അങ്ങോട്ട് ട്രെയിനിനാണ് പോണത്. അപ്പോൾ നമ്മൾ പെരിന്തൽമണ്ണയിൽ നിന്നാണ് കാർ എടുക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഏട്ടനും അനിയനൊക്കെ ലീവ് ഉള്ളൊരു ദിവസം മക്കളെല്ലാവരും കൂടെ കൂടിയിട്ട് അങ്ങനെ ഒരു വണ്ടി നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയിരുന്നു കേട്ടോ. നമ്മൾ ഫ്രഷ് ഒന്നല്ല ഇറക്കുന്നത്. അപ്പോൾ ഒരു വണ്ടി നോക്കാൻ വേണ്ടി പോയിരുന്നു. പോയ ദിവസം തന്നെ അവർക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അന്ന് തന്നെ അഡ്വാൻസും കൊടുത്തിട്ടതാണ്. അപ്പോൾ പിന്നെ ഈ ഒരു ദിവസത്തേക്കാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇന്ന് അത് എടുക്കാൻ വേണ്ടി പോവുകയാണേ. അപ്പം നമ്മളെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ഇത്. ഇവിടേക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു. ആദ്യമൊന്നും ഇങ്ങനെ ഇരുന്നില്ല കേട്ടോ. ഇപ്പോൾ ശരിക്കും ഇവിടേക്ക് ചെല്ലുമ്പോൾ ഒരു അന്തം വിടലാണ് കേട്ടോ. എന്തൊക്കെ എവിടെയൊക്കെ എന്നുള്ള ഒരു തപ്പിപ്പിടുത്തമാണ്. അപ്പോൾ ഇങ്ങോട്ട് പോരുമ്പോൾ നമ്മൾ എന്തായാലും ആ വണ്ടിക്ക് വരും. പിന്നെ ഇവിടെ വന്നിട്ട് ഈ വണ്ടിയും കൂടി അങ്ങനെ എടുക്കുക അതാ വിചാരിച്ചത് കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഞങ്ങളങ്ങനെ ട്രെയിനിന് പോകാമെന്ന് വിചാരിച്ചത്. അങ്ങനെ അതാ ഞങ്ങളെല്ലാവരും കയറി സെറ്റായി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ നന്ദു കണ്ടില്ലേ, കാഴ്ചകളൊക്കെ കാണാൻ കേട്ടോ. ഈ ഒരു ട്രെയിനിൽ പോണ സുഖം എന്തായാലും നമ്മൾ ബസ്സിൽ പോകുമ്പോൾ കിട്ടൂല അല്ലേ? എനിക്കൊക്കെ ആണെങ്കിൽ ബസ്സിൽ കയറിയ കുറച്ച് സമയം 10 മിനിറ്റ് കഴിയുമ്പോഴേക്കന്നെ ഞാൻ ഛർദ്ദിക്കാൻ തുടങ്ങും കേട്ടോ. പിന്നെ എന്ത് ഇഷ്ടപ്പെട്ട കാര്യമായിട്ടും കാര്യമില്ല, നമ്മളെ മൂടൊക്കെ പോവും, ആകെ മൊത്തത്തിൽ ഓഫാകും. അതേപോലെ തന്നെയാണ് അനുമോക്കും. ഏട്ടനും കുഴപ്പമില്ലാതെ ഛർദ്ദിക്കും. പിന്നെയും കണ്ണനുള്ളിൽ ഛർദ്ദിക്കാത്ത ഒരാൾ. അപ്പോൾ സച്ചമോനും പറയുന്നുണ്ട് കേട്ടോ, ഞാനും ഇടയ്ക്കൊക്കെ ബസ്സിൽ പോകുമ്പോൾ അമ്മായി എനിക്കൊരു മടുപ്പാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു ട്രെയിൻ യാത്ര നല്ല സുഖമാണ്. നമ്മൾ വീട്ടിലിരുന്ന് പോകുമ്പോലെ വീട്ടിലിരിക്കണ പോലെയാണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതാ പോണ വഴിക്കുള്ള കാഴ്ചകളൊക്കെയാണ് കേട്ടോ. കുറച്ച് സമയം ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പം ഞങ്ങളിവിടെ റെയിൽവേയിൽ വന്നിറങ്ങിയതിന് ശേഷം അങ്ങാടിപ്പുറത്താണ് തോന്നുന്നത് കേട്ടോ. അവിടെയാണ് ഇറങ്ങിയത് തോന്നുന്നത്. അപ്പോൾ അവിടെ എന്തായാലും ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഓട്ടോറിക്ഷയ്ക്കാണ് പിന്നെ അങ്ങോട്ട് പോയിട്ടുള്ളത് കേട്ടോ. നമ്മൾ വണ്ടി എടുക്കുന്ന സ്ഥലത്തേക്ക് ഓട്ടോറിക്ഷയിലാണ് പോയത്. അപ്പോൾ ഒരു ഓട്ടോറിക്ഷയിൽ തന്നെ ഞങ്ങളെല്ലാവരും കൂടിയും കുത്തിക്കൊള്ളിച്ച് കയറിയിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ പോണതൊക്കെ ഒരു രസമാണ് കേട്ടോ. ഏതായാലും പെട്ടെന്ന് തന്നെ ഞങ്ങൾ വണ്ടി എടുക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ ട്രെയിനിന് പോരുകൊണ്ട് ആർക്കും വലിയ ക്ഷീണവും കാര്യമൊന്നുമില്ല. വീട്ടിൽ നിന്ന് പോകുന്ന അതേ ഒരു അവസ്ഥ തന്നെയാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ പറയേണ്ടി വരില്ല. അപ്പോൾ എന്തായാലും ഞങ്ങളിവിടെ വരുന്നത് വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടല്ലോ, പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കലും പിന്നെ പൈസ റെഡിയാക്കി കൊടുക്കലും അങ്ങനത്തെയൊക്കെ ഉണ്ട്. അപ്പോൾ റെഡി കാശായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അടവും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. അടവിന് എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു താല്പര്യമല്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സമയത്ത് ഇങ്ങനെ കയ്യിൽ പൈസ വരുമ്പോൾ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചതായിരുന്നു. എന്തായാലും ഇപ്പോഴാണ് നമുക്ക് അതിനൊരു സമയമായിട്ടുള്ളത്. അപ്പം നമ്മളും ദൈവം കൂടി വിചാരിച്ചാലല്ലേ എല്ലാ കാര്യങ്ങളും നടക്കുള്ളൂ അല്ലേ? താൻ ബാധി ദൈവം ബാധി എന്നാണല്ലോ. അപ്പോൾ എൻ്റെ വലിയൊരു ആഗ്രഹം ശരിക്കും വണ്ടീനേക്കാളിൽ എൻ്റെ വീടൊന്ന് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ 9 വർഷമായി ആ വീട് വെച്ചിട്ട് അന്ന് വൈറ്റ് വാഷ് അടിച്ച് കയറിയതാണ്. പിന്നെ നമ്മളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത് വലിയൊരു ആഗ്രഹമായി കിടക്കുകയാണ് കേട്ടോ, വീടൊന്ന് വൃത്തിയാക്കുക എന്നുള്ളത്. അപ്പോഴാണ് ഏട്ടൻ പറഞ്ഞത് വീട് നമുക്ക് ഇനിയും ചെയ്യുക, ചോർന്നൊലിക്കണ വീടൊന്നും അല്ലല്ലോ. അപ്പോൾ കുറച്ച് കാണാൻ ഭംഗിക്കുറവുണ്ട് എന്നുള്ളല്ലോ. അപ്പോൾ നമുക്കൊരു വണ്ടിയാണ് അത്യാവശ്യം എല്ലാവർക്കും എങ്ങോട്ടെങ്കിലും ഒന്ന് പോകാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഈ ഒരു വണ്ടി വാങ്ങലിലെത്തിയത്. അപ്പോൾ പോരുന്ന വഴിക്ക് ഇതാ അനിയൻ കേക്കൊക്കെ വാങ്ങി വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ ഇറങ്ങിയിട്ട് കേക്കൊക്കെ വാങ്ങിയിരുന്നു. ഇതൊക്കെ മക്കളൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. നമ്മൾ അനുമോളെ വലിയൊരു ആഗ്രഹമായിരുന്നു. നമ്മൾ എപ്പോഴും പറയുമായിരുന്നു. അപ്പോൾ ഫ്രഷ് ആയാലും സെക്കൻഡ് ഹാൻഡ് ആയാലും എങ്ങനെയായാലും ഒരു കേക്കൊക്കെ വാങ്ങി കട്ട് ചെയ്ത് നമുക്ക് എല്ലാവർക്കും പോയി താക്കോലൊക്കെ വാങ്ങി, അതുപോലെ നമ്മൾ ആ ഒരു വണ്ടീൻ്റെ മുകളിലൊരു തുണിയൊക്കെ ഇടുമല്ലോ, അപ്പോൾ അതൊക്കെ പൊക്കിയിട്ട് അങ്ങനെയൊക്കെ നമുക്ക് എടുക്കണം എന്നുള്ളത് ഓളെപ്പോഴും പറയുമായിരുന്നു കേട്ടോ. എങ്ങനെയായാലും എത്ര പൈസേൻ്റെ ആയാലും നമുക്ക് അങ്ങനെ ചെയ്യണം എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളെ മക്കളെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളല്ലേ ജീവിതത്തിൽ, എന്താ പറയുക, വല്ലപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളാണതൊക്കെ.
അപ്പോൾ പിന്നെ അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ വണ്ടി ഇവിടെ കർട്ടനൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓളെ ആഗ്രഹം പോലെ തന്നെ കർട്ടനൊക്കെ വലിച്ചിട്ടാണ് നമ്മൾ വണ്ടി എടുത്തത് കേട്ടോ. അപ്പോൾ ഓരിവിടെ ഓരോ പേജിലിടാൻ വേണ്ടിയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ അതാ ഇങ്ങനെ താക്കോല് വാങ്ങിക്കണമെന്നും ഓലെ ആഗ്രഹമായിരുന്നു. അപ്പോൾ അതും കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തോ ഒരു കുഞ്ഞ് ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അതേപോലെ തന്നെ അതിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ മക്കളാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഓരോ ഇഷ്ടങ്ങളല്ലേ, അതങ്ങനെ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അതാ ഈ ഒരു വണ്ടീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. അധികം പറയാൻ മറന്നതാണ്. അപ്പോൾ ഏട്ടന് എപ്പോഴും വണ്ടി എടുക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു ഇനി ഓട്ടോമാറ്റിക് മതി എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പോൾ അതങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആളിതുവരെ ഓടിച്ചിട്ടൊന്നുമില്ല ഇങ്ങനത്തെ ഒരു വണ്ടി, ആദ്യമായിട്ടാണ്. അപ്പോൾ ഇറക്കിയപ്പോൾ ആ ഒരു എന്താ പറയുക ചെറുതായൊരു തപ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അനിയുണ്ടല്ലോ വണ്ടിയും കാര്യങ്ങളൊക്കെ കലക്കി കുടിച്ച ആളാണ് കേട്ടോ എൻ്റെ അനിയും. അപ്പോൾ ഏത് വണ്ടിയാണെങ്കിലും ഓൻ്റെ കയ്യിൽ കിട്ടിയാൽ അതങ്ങോട്ട് ഓടിക്കാൻ ഓനറിയാം. അപ്പോൾ പിന്നെ ആ ഒരു ധൈര്യമുണ്ട്. പിന്നെ അതാ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ തിരിച്ച് പോന്നപ്പോൾ അനിയനാണ് വണ്ടി ഓട്ടിയത്. നിലമ്പൂരിൽ നിന്ന് അങ്ങോട്ട് ഏട്ടൻ ഓടിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ പോകുന്ന വഴിക്ക് മക്കൾ ഛർദ്ദിക്കുകയൊക്കെ ചെയ്തിരുന്നു. വണ്ടി നിർത്തി അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ അതാ എല്ലാവർക്കും ചിലവ് വേണമല്ലോ, അതാണല്ലോ മുഖ്യം. അപ്പോൾ പിന്നെ മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. ഞങ്ങളിവിടെ നിലമ്പൂർ ഒരു കടയിലാണ് കയറിയിട്ടുള്ളത്. മന്തിയൊക്കെ ഒരുപാടായിട്ടോ കഴിച്ചിട്ട്, വല്ലപ്പോഴൊക്കെ കഴിക്കുന്നൊരു സംഭവമല്ലേ. അപ്പോൾ നമ്മളെ നന്ദുവിനാണെങ്കിൽ മന്തിന്ന് അങ്ങനെ പറയുന്നു കേട്ടോ, ചിലവ് വേണം എന്നുള്ളത്. അങ്ങനെ ഏതായാലും ഞങ്ങൾ കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കഴിക്കുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മളെ 2 വീട്ടിലേക്കുള്ള ഫുഡ് അവിടെ എത്തിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, വിളിച്ച് പറഞ്ഞിട്ട്. അങ്ങനെ അവിടെ എത്തിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മളെ പാറുവിന് ഓക്ക് ബ്രോസ്റ്റാണ് വാങ്ങി കൊടുത്തത്. 2 വീട്ടിലേക്കും കൂടി മന്തിയാണ് ഓർഡർ ചെയ്തത് കേട്ടോ. അങ്ങനെ ഓർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ എത്തി ഓലും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ മിന്നോനും കൂടി ഇതിൻ്റെ ഒരു ചിലവ് കൊടുക്കാണ്ട്. അപ്പോൾ മിന്നോൻ്റെ അടുത്തേക്ക് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും പോകും കേട്ടോ. അപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് ചെറിയൊരു ജലദോഷവും കാര്യമൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് കുട്ടീൻ്റെ അടുത്തേക്ക് പോവാത്തത്. അങ്ങനെ ഇതാ ഞങ്ങൾ മന്തി കഴിക്കുന്ന സമയത്ത് അനിയനും ഏട്ടനും കൂടി എന്താ പറയുക ഫ്രൈഡ് റൈസാണ് കഴിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ കടകളിൽ പോയിട്ട് ഫ്രൈഡ് റൈസ് കഴിക്കുന്ന സമയത്ത് എനിക്കിഷ്ടമല്ല കേട്ടോ. എന്താ വെച്ചാൽ ഒരുപാട് മുട്ട ഉണ്ടാവും അതിൽ, എനിക്കതിഷ്ടമല്ല. നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന നോർമൽ ഫ്രൈഡ് റൈസാണ് എനിക്ക് കൂടുതലായിട്ടും ഇഷ്ടം. എന്തായാലും എല്ലാവരും അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നിലമ്പൂർ റെയിൽവേയിൽ വന്ന് അനിയൻ്റെ വണ്ടി എടുത്തു. അവിടെ നിന്ന് ഇങ്ങോട്ട് ഏട്ടനാണ് കേട്ടോ വണ്ടി ഓടിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനും ഏട്ടനും സച്ചുമോനും കണ്ണനും കൂടിയാണ് വണ്ടിയിൽ. നമ്മളെ നന്ദും അനുമോളും അനിയനും മറ്റേ വണ്ടിയിൽ കേട്ടോ. പിന്നെ ഈ ഒരു വണ്ടിയിൽ കൊന്ത എന്താ തൂക്കിയിട്ടുള്ളത് എന്നുള്ളത് ഇനിയിപ്പോൾ എല്ലാവരും ഒരു ചോദ്യമായിരിക്കും. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടവും അതുപോലെ വിശ്വാസവും ഒക്കെ ഉള്ളതാണ് കേട്ടോ ഈ ഒരു കൊന്തയിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കൊന്ത ഇട്ട് കൊടുത്തിട്ടുള്ളത്. എനിക്ക് എന്താ പറയുക ആദ്യം മുതലേ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കൊന്തേനോട്. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ വിശ്വാസവും ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ ഒരു വിശ്വാസമാണ് എനിക്ക് ഈ ഒരു കൊന്തയിൽ. അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ ഏകദേശം വീട്ടിലേക്ക് എത്താനായിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ പോലും ഇങ്ങനെ പെട്ടെന്നൊരു വണ്ടി എടുക്കും എന്നുള്ളത് ചിന്തിച്ചിട്ടില്ല കേട്ടോ, ഇത്ര വേഗം എന്നുള്ളത്. ഇവർ വണ്ടിയും തിരഞ്ഞു പോയ സമയത്ത് വണ്ടി തിരയുക കുറച്ച് ദിവസം കഴിഞ്ഞൊക്കെ റെഡി ആയിക്കോളും അങ്ങനെയാണ് വിചാരിച്ചുള്ളത്. പക്ഷേ പോയി അന്ന് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അന്ന് തന്നെ നമ്മൾ പിന്നെ ഒരു അഡ്വാൻസും കൊടുത്തു പോന്നു. പിന്നെ അത് ഒരു 4-5 ദിവസത്തിനുള്ളിൽ നമ്മൾ വണ്ടി വീട്ടിലെത്തിച്ചു. അപ്പോൾ ഈ ഒരു പോർച്ചിൽ ഒരു വണ്ടി കിടക്കാൻ ആഗ്രഹിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഞാനിത് സ്റ്റാറ്റസ് ഇട്ട അന്ന് ഓരോരുത്തരും എന്നോട് ചോദിച്ചിട്ടുള്ളത് ആ പോർച്ചിൽ കിടക്കുന്ന ഒരു ഫോട്ടോ കാണിക്കുമോ വീഡിയോ കാണിക്കുമോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ എത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഓരോക്കെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. നമ്മൾ കാണാത്തതും കണ്ടിട്ടുള്ളതുമായ ഒരുപാട് കൂട്ടുകാർ. അപ്പോൾ അവരൊക്കെ അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ എന്താ പറയുക ഓരോക്കെ പ്രാർത്ഥനയും നമ്മളെ പരിശ്രമവും പ്രാർത്ഥനയും എല്ലാം കൊണ്ടും ആയിരിക്കാം ഇങ്ങനെ ഇത്രയും വേഗം നമുക്കൊരു വണ്ടിയൊക്കെ എടുക്കാനായതെന്ന് ഞാൻ വിചാരിക്കണേ. അപ്പോൾ നമ്മളിന്ന് വണ്ടി കൊണ്ടുവന്ന് അറിയുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് തന്നെ പോർച്ചൊക്കെ വൃത്തിയാക്കിയിട്ടായിരുന്നു കേട്ടോ. പിന്നെ അച്ഛനും അമ്മയും അച്ഛമ്മയൊക്കെ നോക്കിയിരിക്കുകയാണ് ഞങ്ങൾ വരുന്നതും നോക്കി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. ഈ ഒരു കളറിനോട് ഒരുപാട് ഇഷ്ടമായിരുന്നു കേട്ടോ എനിക്ക്. എന്തായാലും നമ്മൾ ആഗ്രഹം പോലെ തന്നെ സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ തൊട്ടടുത്ത വീട്ടിലെ വേണേട്ടം അതേപോലെ ഏട്ടൻ്റെ ഫ്രണ്ടും കൂടിയാണ്. അപ്പോൾ ഓരോ വണ്ടിയൊക്കെ കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്